ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഉപവാസ പ്രാർത്ഥനയായിട്ട് നാം ഇവിടെ ആയിരിക്കുമ്പോൾ വളരെ വലിയൊരു സന്തോഷമായിരുന്നു ആ ദൈവ സാന്നിധ്യം. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു നിങ്ങളെല്ലാം ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചു എന്ന്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ സാന്നിധ്യമുള്ളിടത്ത് വിടുതലുണ്ട്, സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ നടുവിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കായിട്ടും കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ആ ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തിന് എന്തൊക്കെയോ നമ്മോട് സംസാരിക്കാനുണ്ട്, ദൈവത്തിന് നമ്മളോട് ഇടപെടാനുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ നാം മോശയെക്കുറിച്ച് കേൾക്കുവാനായിട്ടിടയായി. മോശയുടെ ജീവിതത്തിൽ താൻ കണ്ട മുൾപ്പടപ്പ് കത്തുന്നത് കണ്ടു. അത് തൻ്റെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടറായി മാറി, തൻ്റെ ജീവിതത്തിൻ്റെ ദിശ തിരിച്ചുവിടുന്നതായിട്ട് മാറി, തൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റുന്ന ഒരു സംഭവമായി അത് മാറുവാനായിട്ടിടയായി. ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന ഷെപ്പേർഡായ മോശ അടുത്ത ഒരു ലെവലിലേക്ക്, ഒരു ഡെലിവറൻസിലേക്ക്, മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ ദൈവം കണ്ട ഒരഭിഷിക്തനായിട്ട് മോശ മാറപ്പെടുവാനായിട്ടിടയായി. ഈ ദിവസങ്ങളിൽ നാം ഈ അനോയിൻറ്റിങ്ങിനെ കുറിച്ച്, ഈ ദിവസങ്ങളിൽ എൻകൗണ്ടേഴ്സിനെ കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ എൻകൗണ്ടേഴ്സാണ് നമ്മളെ മാറ്റുന്നത്. നോർമൽ ലൈഫ് ഈ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ചില എൻകൗണ്ടേഴ്സ്, ആ എൻകൗണ്ടേഴ്സ് എങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് കഴിഞ്ഞ രാത്രിയിൽ നാം സംസാരിച്ചു. അത് ദൈവവചനത്തിലൂടെ സംഭവിക്കാം. നാം പാട്ടുകൾ പാടുമ്പോൾ അതിനകത്തൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇടപെടുവാനായിട്ട് കഴിയും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ സ്വപ്നത്തിലൂടെ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കുവാനായിട്ട് കഴിയും. ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ ഒറ്റ എക്സ്പെക്റ്റേഷനേ ഉള്ളൂ, നമുക്കത് തിരിച്ചറിയുവാനായിട്ട് കഴിയണം. മോശ മുൾപ്പടപ്പ് കണ്ടപ്പോൾ അതിനെ കാര്യമാക്കാതെ മുന്നോട്ട് പോയായിരുന്നെങ്കിൽ മോശയുടെ ജീവിതത്തിൽ ആ ഒരു എൻകൗണ്ടർ തനിക്ക് മിസ്സായതിനെ. നമ്മുടെ എത്രയോ പ്രസംഗങ്ങളിലും എത്രയോ വചനധ്യാനങ്ങളിലും പ്രാർത്ഥനകളിലുമൊക്കെ എത്രയോ എൻകൗണ്ടേഴ്സ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നു. നമ്മുടെ ആരാധനകളിൽ ആ ഒരു ഒരുക്കത്തോട് കൂടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കാനുള്ളത് പരിശുദ്ധാത്മാവ് സംസാരിക്കും. ഇന്ന് ഇച്ചിരി വ്യത്യസ്തമായ ഒരു എൻകൗണ്ടറാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 32-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടത് കാണുവാനായിട്ട് കഴിയും. ഇത് വളരെ ഡിഫറൻ്റായിട്ടുള്ള രീതിയിലാണ് ഇവിടെ യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നടക്കുന്നത്. ഇവിടെ ഫിസിക്കലായിട്ട് ഇൻറ്റൻസായിട്ട് വളരെ ഡീപ്പ് ഒരു അറ്റാച്ച്മെൻറ്റ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു രാത്രി മുഴുവൻ യാക്കോബ് ദൈവസന്നിധിയിൽ മല്ല് പിടിക്കുന്നതായിട്ട് ഈ ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിക്കാം. 32-32 അധ്യായത്തിൻ്റെ 22 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം ആദ്യം. മതി. അപ്പോൾ ഇവിടെ യാക്കോബിൻ്റെ ജീവിതത്തിലെ എൻകൗണ്ടർ, അതിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാം. യാക്കോബ് ലാബാൻ്റെ അടുത്ത് നിന്ന് വരികയാണ്. ലാബാൻ്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് തൻ്റെ സമ്പത്തും തൻ്റെ ഭാര്യമാരെയും എല്ലാ കൊച്ചുങ്ങളെയും കൂടെ എല്ലാം കൂടെ ഒരു യാത്ര വരികയാണ്. അപ്പോൾ ലാബാനുമായിട്ടുള്ള വലിയ വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അതിൻ്റെ ഒരു സൈഡിലുണ്ട്. അങ്ങനെ വരുമ്പോൾ യാത്രയിൽ തൻ്റെ പൃഥുഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ, നമുക്കറിയാം 20 വർഷത്തിന് മുമ്പ് തൻ്റെ ജ്യേഷ്ഠനെ പറ്റിച്ച് താൻ ലാബാൻ്റെ അടുക്കിലേക്ക് പോയതാണ്. തൻ്റെ മരണത്തെ അല്ലെങ്കിൽ തൻ്റെ ജീവനെ ഭയന്ന് താൻ ആ സൈഡിലേക്ക് ഓടി വന്നതാണ്. എന്നാൽ പിന്നെ തൻ്റെ തിരിച്ചുള്ള യാത്രയിൽ താൻ പോകുമ്പോൾ ഒരു കാര്യം തനിക്ക് മനസ്സിലായി. താൻ മുന്നോട്ട് പോയാൽ
ഏശാവ് തൻ്റെ സഹോദരൻ തന്നെ ആക്രമിക്കും, തൻ്റെ സകലതും തന്നോടുള്ള വൈരാഗ്യം താൻ തീർക്കും എന്നൊക്കെയുള്ള ചിന്തകൾ, ആകുലതകളുടെ നടുവിൽ യാക്കോബ് അവിടെ ആയിരിക്കുകയാണ്. ഇപ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഹി വാസ് റണ്ണിങ് ഫ്രം ഹിസ് പാസ്റ്റ്. തൻ്റെ പഴയ കാലത്തെ പറ്റിയ തെറ്റിൽ നിന്ന് താൻ ഓടി രക്ഷപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ ഈ പഴയ കാലം നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ, പഴയ കാലം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പരിശുദ്ധാത്മാവ് അതിനെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയുവാൻ, ഒരു എൻകൗണ്ടർ നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ അതിനെ കംപ്ലീറ്റ് നിൻ്റെ ജീവിതത്തിൽ നിന്ന് അത് മായ്ച്ചു കളയുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. യാക്കോബ് തൻ്റെ പാസ്റ്റിൽ നിന്ന്, തൻ്റെ പാസ്റ്റ് ലൈഫ്, തൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ തനിക്ക് തന്നെ അറിയാം താനൊരു ഡിസീവറായിരുന്നു, താനൊരു ചതിയനായിരുന്നു, താൻ മാനിപ്പുലേറ്റ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. താൻ ചെല്ലുന്നിടത്തൊക്കെയും ഇതായിരുന്നു തൻ്റെ ക്യാരക്ടർ എന്ന് തനിക്കറിയാം. എന്നാൽ താനൊരു സ്റ്റേജ് വന്നപ്പോൾ, താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തനിക്ക് മനസ്സിലായി ഈ കാര്യം കൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് കഴിയത്തില്ല. ഇനിയും താൻ തൻ്റെ സഹോദരനെ ഫേസ് ടു ഫേസ് താൻ കാണുവാനായിട്ട് പോകുന്നു. രണ്ടാമത്തെ തൻ്റെ സാഹചര്യം, ഹി വാസ് എലോൺ ഇൻ ദ ഡാർക്ക്. താൻ ഇരുട്ടിൽ ഒറ്റയ്ക്കാണ്. തൻ്റെ കൂടെ വലിയൊരു കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൂട്ടത്തിനെയൊക്കെ യാക്കോബ് അങ്ങോട്ട് പറഞ്ഞയച്ചു. കാര്യം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയപ്പോൾ യാക്കോബിന് മനസ്സിലായി ഈ വലിയ കൂട്ടം കൊണ്ടൊന്നും കാര്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ വന്നെങ്കിലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എൻ്റെ കൂട്ടുകാരെന്നെ, എൻ്റെ ഭാര്യയുണ്ട്, കൊച്ചുങ്ങളുണ്ട്, കൂടെ നിന്ന വേലക്കാരുണ്ട്. പക്ഷെ ഇവരെയൊക്കെ യാക്കോബ് കടവ് കടത്തിയിട്ട് അങ്ങേപ്പുറത്തെ കടവിലിരിക്കുകയാണ്. അവിടെ ഇരുന്നപ്പോഴാണ് യാക്കോബിന് ഒരു കാര്യം മനസ്സിലായത്, ഈ ഇരുട്ടിൽ ഞാൻ ഏകനാണ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കും ആൾക്കൂട്ടത്തിൽ ഒറ്റയ്ക്കെന്ന്. എല്ലാവരും ഉണ്ട്, എന്നാൽ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മുടെ ജീവിതത്തിലും ചില സാഹചര്യങ്ങളിൽ നമ്മളങ്ങനെ കടന്നു പോകുമ്പോൾ ഒരൊറ്റപ്പെടലിൻ്റെ സാഹചര്യം, ഇരുളിൻ്റെ സാഹചര്യം, എവിടെ നോക്കിയാലും ഒന്നും കാണാൻ കഴിയാത്ത, പ്രകാശം കാണാൻ കഴിയാത്ത ഒരു വല്ലാത്ത സാഹചര്യത്തിൽ താനായിരിക്കുക. ഹല്ലേലൂയ. പക്ഷേ ഇതൊക്കെ ആയിരുന്നപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി, യാക്കോബ് ഒരു 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 എൻകൗണ്ടറിന് വേണ്ടിയിട്ട് താൻ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇരുള് വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ വരുമ്പോൾ ഒരു കാര്യം നീ പ്രതീക്ഷിക്കണം, ദൈവത്തിൻ്റെ എൻകൗണ്ടറിനായിട്ടുള്ളൊരു സെറ്റപ്പ് അവിടെ ഒരുങ്ങി വരികയാണ്. കാര്യം ഈ അധ്യായത്തിൻ്റെ മുമ്പ് നമുക്ക് കാണാം, അവിടുന്ന് ഓപ്പോസിറ്റായിട്ടൊരു ദൂതൻ വരുന്നത് യാക്കോബ് കണ്ടു. അത് കഴിഞ്ഞപ്പോഴാണ് യാക്കോബ് ഒരു കാര്യം തീരുമാനിച്ചത്, ഇവരെയൊക്കെ അങ്ങോട്ടൊന്ന് മാറ്റി നിർത്താം, ഇവരെല്ലാം അങ്ങേ കടവിലോട്ടൊന്ന് കയറ്റാം, എന്നിട്ട് ഞാനും ദൂതനും തമ്മിൽ പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കാം. എത്രയോ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമുക്ക് ഇതിനകത്ത് പറയാനായിട്ട് കഴിയും. നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ അത് നല്ലതാണ്, പക്ഷേ നീയും ദൈവവുമായിട്ടൊരു വ്യക്തിപരമായൊരു ബന്ധം, വ്യക്തിപരമായൊരു എൻകൗണ്ടർ, വ്യക്തിപരമായ കുറച്ച് സീക്രട്ട് ടൈം വേണം. യാക്കോബിൻ്റെ ആ ഇരുളിൻ്റെ അവസ്ഥയിൽ യാക്കോബ് തീരുമാനിച്ചു, ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, എൻ്റെ വിഷയങ്ങളെല്ലാം ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ ഷെയർ ചെയ്യുവാനായിട്ട് പോകുന്നു. അങ്ങനെ യാക്കോബ് ഒറ്റയ്ക്കാണ് അവിടെ. പ്രൈസ് ഗോഡ്. ഇനിയും അതിൻ്റെ 25 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങൾ, ഈ രണ്ട് വാക്യങ്ങൾ വായിക്കുക. 25, 26 വാക്യങ്ങളിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവിടെ ഒരു സ്പിരിച്വൽ റെസ്ലിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ഇതിൻ്റെ മുമ്പിട്ടുള്ള വാക്യത്തിൽ നമുക്ക് കാണാം, ഇവിടെ ദൂതനുമായിട്ട് താൻ മല്ലുപിടിക്കുകയാണ്. അവിടെ ഒരു ഫിസിക്കൽ റെസ്ലിംഗ് നടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നാം കാണുന്നത്, തന്നെ ജയിക്കുകയില്ല എന്ന് ദൂതൻ കണ്ടു. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
ഈ റെസ്ലിംഗ് ആരംഭിച്ചത്? എവിടെ അങ്ങനെ എഴുതിയിട്ടുള്ളത്? ആരാ ഇത് ആരംഭിച്ചത്? ദൂതനാണ് ഇത് ആരംഭിച്ചത്. യാക്കോബ് ആരംഭിച്ച ഒരു റെസ്ലിംഗ് അല്ല, ദൂതനാണ് ഇത് ആരംഭിച്ചത്. ഇത് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഒരു നൈറ്റ് മുഴുവനും നീണ്ടു നിൽക്കുന്ന ഒരു റെസ്ലിംഗ്. ഹല്ലേലൂയ. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രോബ്ലംസ് ചിലപ്പോൾ അത് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ദൈവമായിരിക്കും. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എന്നാലേ നീയും ദൈവമായിട്ടൊരു എൻകൗണ്ടർ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. ചിലപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഭാരവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഒരു കാര്യം മറക്കരുത്, ദൈവത്തിന് നമ്മളോട് എന്തോ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇത് ഇനിഷ്യേറ്റ് ചെയ്തത് ദൂതനാണ്. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഈ മല്ലുപിടുത്തം തുടങ്ങുന്നത് ദൂതനാണ്. അതിനുശേഷം ഈ മല്ലുപിടുത്തം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് രാത്രി മുഴുവനും നീണ്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. ചില വിഷയങ്ങൾ അങ്ങനെയാണ്, പെട്ടെന്ന് പരിഹാരം കിട്ടത്തില്ല. അത് ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞെങ്കിലേ പരിഹാരം കിട്ടത്തുള്ളൂ. ചില സൗഖ്യങ്ങൾ അങ്ങനെയാണ്, അതിനൊരു ഡ്യൂറേഷൻ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒന്നൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കണേ, ഒന്ന് അവിടുത്തെ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കണമേ. ഇവിടെ വന്നു, ഈ മല്ലുപിടുത്തം കഴിഞ്ഞ് ഇതൊന്ന് പെട്ടെന്ന് തീർന്നായിരുന്നെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും വീട്ടിൽ പോകാമായിരുന്നു. പക്ഷേ ഇത് ലാസ്റ്റ് ലോങ്. ഹല്ലേലൂയ. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ, അത്രയും സമയം ഇവനും ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലിരിക്കുക. ചില സമയങ്ങളിൽ നമ്മുടെ വിഷയങ്ങൾ അങ്ങോട്ട് നമ്മളെ വല്ലാതെ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും, കർത്താവേ എന്താ ഇതിനൊരു പെട്ടെന്നൊരു മറുപടി തരാത്തത്? പെട്ടെന്ന് മറുപടി തന്നാൽ ദൂതൻ്റെ പാട്ടിന് പോകും, നീ നിൻ്റെ പാട്ടിന് പോകും. അപ്പോൾ ചില വിഷയങ്ങൾ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അത്രയും നേരം ആ ദൂതനോട്, ആ ദൈവത്തോട് കൂടെ താൻ ഇരിക്കുകയാണ്. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര സ്ട്രഗിളാണ്, വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഫൈറ്റാണ്. പക്ഷെ അതിൻ്റെ നടുവിലും ഇവൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ചില ട്രാൻസ്ഫോർമേഷൻസിന് സമയമെടുക്കും. തൻ്റെ സ്വഭാവം ഒന്ന് മാറുവാനായിട്ട് ചിലപ്പോൾ ഇച്ചിരി ടൈം ദൈവത്തിന് ആവശ്യമുണ്ട്. ചിലരുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പീരീഡ് ഈ പ്രശ്നങ്ങൾ മാറത്തില്ല. ഈ പ്രശ്നങ്ങൾ ഉള്ളിടത്തോളം ഇവൻ ദൈവത്തോട് അടുത്തിരിക്കും. ദൈവത്തോട് അടുത്തിരിക്കുന്നിടത്തോളം ഇവൻ്റെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലായി അത് പറഞ്ഞത്? ഇതൊരു ദൂതാണ്. കാര്യം ഇത് എൻ്റെ പ്രസംഗത്തിലുള്ളതല്ലായിരുന്നു. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ട ഒരു കാര്യമാണ്. ഇത് പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇതിൻ്റെ ഒരു അപ്പുറം കാണുന്നില്ലല്ലോ കർത്താവേ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നീ മറക്കരുത്, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നോട് ചേർന്ന് നിൽക്കുന്നെന്നുള്ളൊരു കാര്യം. ഹല്ലേലൂയ. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ്, അതിനെക്കുറിച്ച് ഇങ്ങനെ നാം കാണുന്നു. കുശവൻ തൻ്റെ കളിമണ്ണൊക്കെ എടുത്ത് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ഈ കളിമണ്ണിന് ഭയങ്കര അസ്വസ്ഥതയാണ്. കാര്യം അതിൻ്റെ രൂപം മാറി, ഭാവം മാറി, അതിനെ വല്ലാതെ കുഴച്ച് ഈ കുശവൻ ഇങ്ങനെ ഓരോ ആകൃതിയിൽ രൂപത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതൊരു പെയിൻഫുൾ പ്രോസസ്സാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കുശവൻ്റെ കൈ കൊണ്ട് ചിലയിടങ്ങളിലൊക്കെ നല്ലതായിട്ട് കംപ്രഷൻ കൊടുത്തിട്ടാണ് ഒരു പ്രത്യേക രീതിയിൽ ഇതിനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. പക്ഷെ അങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം വളരെ ക്ലിയറാണ്, കുശവൻ വളരെ ശ്രദ്ധയോടുകൂടെ, കുശവൻ്റെ കണ്ണ് ആ കളിമണ്ണയിലായിരിക്കും. ഹല്ലേലൂയ. കുശവൻ്റെ കൈ അതിനകത്തിരിക്കുന്നിടത്തോളം കുശവൻ്റെ കണ്ണും അതിനകത്ത് തന്നെയായിരിക്കും. കാര്യം താൻ എങ്ങും പ്രഷർ അധികമായിട്ട് ചെലുത്താതെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പ്രഷർ ചെലുത്തി ഇതിനെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് കുശവൻ്റെ
കയ്യിലെ കളിമണ്ണ്, കുശവനൊരു പാത്രം മെനഞ്ഞെടുക്കുന്നത്. അതുപോലെ ഇവിടെ യാക്കോബിൻ്റെ അടുത്ത് മല്ലുപിടി നടക്കും. ആരോടാ? ദൂതനോടാ മല്ലുപിടിക്കുന്നത്, ദൈവത്തോടാണ് മല്ലുപിടിക്കുന്നത്. അതൊരു രാത്രി മുഴുവൻ നീണ്ടു നിന്നു. ഞാൻ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടൊരു രാത്രി മുഴുവൻ ദൂതന് യാക്കോബിനോട് മല്ലുപിടിക്കേണ്ട ആവശ്യം എന്താണ്? ഹല്ലേലൂയ. ഒരു മൈന്യൂട്ട് സെക്കൻഡ് പോലും എടുക്കത്തില്ല ദൂതന് യാക്കോബിനെ ജയിക്കുവാനായിട്ട്. പക്ഷെ വേദപുസ്തകം പറയാണ്, അവനെ ജയിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഹി കനോട്ട് വിൻ ദിസ് ഗെയിം. ഹല്ലേലൂയ. കാര്യം ദൂതനാണ് എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ പ്രാർത്ഥനയിലും മല്ലുപിടിക്കുന്ന ദൈവ പൈതലേ, ദൈവസന്നിധിയിൽ നീ ദൈവത്തോട് അടുത്ത് വരുന്ന ഒരു ദൈവ പൈതലാണ്. അത്രയ്ക്ക് ദാഹം നിൻ്റെ അകത്തുണ്ടെങ്കിൽ നിന്നെ കവിഞ്ഞ് ദൈവം പോകത്തില്ല. ഹല്ലേലൂയ. കാര്യം നമ്മുടെ കർത്താവിന് മറികടക്കാൻ പറ്റാത്ത ഒരൊറ്റ പ്രശ്നമെന്ന് പറഞ്ഞാൽ കണ്ണുനീരാ. ഈ കണ്ണുനീരിനെ അവൻ മറികടക്കത്തില്ല. ഇതിനകത്തൊരു പരിഹാരം തന്നിട്ടേ ദൈവം പോകത്തുള്ളൂ. വേറെ ഏതിനെയും ദൈവം മറികടക്കും. ചെങ്കടലിനെ പോലും കർത്താവ് മറികടക്കുമെങ്കിലും കണ്ണുനീര് വീണാൽ അവിടെ കർത്താവ് നിൽക്കും. ഹല്ലേലൂയ. ഇന്ന് ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നീ ദൈവസന്നിധിയിൽ കരയുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം അവിടെ നിൽക്കും. ഹല്ലേലൂയ. നിൻ്റെ വിഷയത്തിനൊരു പരിഹാരം കാണാതെ എൻ്റെ ദൈവം മുന്നോട്ട് പോകത്തില്ല. ആ വിഷയത്തിനൊരു പരിഹാരം കാണും. അതുകൊണ്ട് തന്നെയാണ് ഈ കരയുന്ന മാതാപിതാക്കൾ, കരയുന്ന പ്രിയപ്പെട്ടവർ, അവരുടെ ജീവിതത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ കഴിവ് കൊണ്ടും മിടുക്കുകൊണ്ടും ഒന്നും അല്ല. നിങ്ങൾക്ക് കരയുവാൻ കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ വിഷയത്തിൻ്റെ മേലെ ഇടപെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. വേറെ ഇവിടുത്തെ എത്ര പവർഫുൾ ആയിട്ടുള്ള ഇവിടുത്തെ രാഷ്ട്ര തലവന്മാരൊക്കെ വിളിച്ചാലും കേൾക്കാത്ത ഒരു ദൈവം നിൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ നിനക്ക് മറുപടി നൽകുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. യാക്കോബിൻ്റെ പ്രാർത്ഥന, യാക്കോബിൻ്റെ മല്ലുപിടുത്തം ഒരു രാത്രി മുഴുവൻ നീണ്ടു എന്ന് പറയുമ്പോൾ ചില ട്രാൻസ്ഫോർമേഷൻസിനൊക്കെ സമയമെടുക്കുവാനായിട്ടിടയാകും. ചില ക്വസ്റ്റ്യൻസിനൊന്നും പെട്ടെന്ന് ആൻസർ ലഭിക്കത്തില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം, ബട്ട് ഹീ വിൽ ആൻസർ യു. ഹല്ലേലൂയ. ഈ രാത്രിയിൽ അടുത്ത ഒരു കാര്യം യാക്കോബിൻ്റെ ജീവിതത്തിൽ, ഈ മല്ലുപിടുത്തത്തിൽ നടന്ന ഒരു കാര്യമാണ്, തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഹിപ്പ് ഡിസ്ലൊക്കേറ്റഡ് ആയിപ്പോയി. ഹല്ലേലൂയ. അതല്ലേ അവിടെ വായിക്കുന്നത്. തൻ്റെ ഹിപ്പിൽ തൊട്ടപ്പോൾ ഇതിൻ്റെ സോക്കറ്റിൽ നിന്നുള്ള അലൈൻമെൻറ്റ് ഇത് മാറി, ഹിപ്പ് ഡിസ്ലൊക്കേറ്റഡ് ആയിപ്പോയി. ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകാതെ? ദൈവമായിട്ട് മല്ല് പിടിച്ചാൽ അങ്ങനെയൊക്കെ സംഭവിക്കുമോ? പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇവിടെ അതിൻ്റെ ഒരു ആത്മീയ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത്, അവിടെ ആ ഊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഒരു ഗിഫ്റ്റായിട്ട് ദൈവം കൊടുത്തതാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ അന്ന് മുഴുവനും യാക്കോബ് എപ്പോഴും നടക്കുമ്പോൾ ഒരു സൈഡ് ഇങ്ങനെയാണ് നടക്കുന്നത്. ഹല്ലേലൂയ. അതുവരെ ഓടിച്ചാടി നടന്നിരുന്ന യാക്കോബ് ഇപ്പം എപ്പോൾ നടക്കുമ്പോഴും ഒരു മുടന്തുണ്ട്. എപ്പോൾ നടക്കുമ്പോഴും ആ വടിയേലൊന്ന് ഊന്നിയാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്താണ് എൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്? നമുക്ക് നേരെ തിരിച്ചാണല്ലോ, ഇങ്ങനെ മുടന്തി നടന്നവർ ചാടി നടക്കുന്നതാണ് നമുക്ക് കാണാൻ ആഗ്രഹം. ഇതാ ഒരുത്തൻ പ്രാർത്ഥിച്ചപ്പോൾ അവന് മുടന്തായി. അതെങ്ങനെയാണ് ശരിയാവുന്നത്? അപ്പോൾ യാക്കോബ് പറയാൻ ഇതൊരു ഗിഫ്റ്റാണ്. കാര്യം ഓരോ പ്രാവശ്യവും ഞാൻ മുടന്നുമ്പോഴും ഞാൻ ഓർക്കും, ഞാൻ ദൈവത്തെ കണ്ടവനാ. ഹല്ലേലൂയ. എൻ്റെ എൻകൗണ്ടർ ഞാൻ ഓരോ പ്രാവശ്യം മുടന്നപ്പോഴും ഞാൻ ഓർക്കും. കാര്യം ഈ വൂണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. ഈ വചനം ഇതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തെ കണ്ടിട്ടും ഞാൻ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിൽ അല്പം ഊണ്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായി ഒരു ദൈവിക എൻകൗണ്ടറിന് നീ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവം, ഹല്ലേലൂയ, ആ എൻകൗണ്ടർ നിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകും. ഹല്ലേലൂയ. ആർക്കും വലിയ സന്തോഷമൊന്നും ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യമാണോ വേണ്ടത്, അതോ ബാക്കി എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടിയാണോ വേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യമാണോ വേണ്ടത്, അതോ എൻ്റെ പ്രാർത്ഥനയ്ക്കൊക്കെ കർത്താവേ ഇന്ന് തന്നെ നീ മറുപടി തന്ന് എന്നെ സന്തോഷത്തോടുകൂടി അയക്കണമെന്നുള്ളതാണോ? ഹല്ലേലൂയ. ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുന്ന ദൈവദാസന്മാർ
അല്ലെങ്കിൽ ദൈവമക്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നിന്നാലും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് എനിക്ക് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സാന്നിധ്യം കൊതിക്കുന്നവർ, അവരെ ദൈവം തൃപ്തി വരുത്തും. അവരൊരിക്കലും വെറുതെ മടങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ യാക്കോബ് ചെയ്ത ഒരു കാര്യം അതിൻ്റെ 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. യാക്കോബ് ചെയ്ത ഒരു കാര്യം, പുള്ളിയുടെ ഒരു ഡെസ്പറേറ്റ് ഗ്രിപ്പ്, ഐ വിൽ നോട്ട് ലെറ്റ് യു ഗോ അൺലെസ് യു ബ്ലസ് മീ. ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അത്ര ഒരു ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് അങ്ങനെ ഒരു ചിന്ത ആർക്കാണ് ഉള്ളത്? ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവസന്നിധി വരുമ്പോൾ, കർത്താവേ ഇന്ന് എൻ്റെ ജീവിതത്തിലൊരു ഒരു ഒരു എൻകൗണ്ടർ നടക്കണം, ഇന്ന് എൻ്റെ ജീവിതത്തിലൊരു ബ്ലെസ്സിങ് വേണം, എന്നെ നീ അനുഗ്രഹിച്ചിട്ടല്ലാതെ വിടത്തില്ല. ഈ മനുഷ്യൻ്റെ കാലുളുക്കിയിരിക്കുന്ന സമയത്താണ്. പക്ഷേ ഈ കാലുളുക്കിയിരുന്നപ്പം പുള്ളി ദൂതൻ്റെ കാലേ കയറി ഞാൻ കെട്ടിപ്പിടിച്ചു, വിടത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയും നാം ദൈവത്തെ ആരാധിക്കുമ്പോഴും ഒക്കെ ഇത്രയ്ക്ക് അകത്തൊരു തീഷ്ണതയുണ്ടോ? ഹല്ലേലൂയ. കർത്താവേ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. കർത്താവ് ഇന്ന് ആ സാന്നിധ്യം അനുഭവിച്ചിട്ടല്ലാതെ ഞാൻ ഇന്ന് മടങ്ങിപ്പോകത്തില്ല. ഇന്ന് ഞാൻ ആ ഒരു പ്രസൻസ് അനുഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് ഞാൻ കേട്ടിട്ടല്ലാതെ ഞാൻ മടങ്ങത്തില്ല. ആ ഒരു വലിയ താല്പര്യത്തോടുകൂടെ ഇന്ന് ആ ദൈവസാന്നിധ്യത്തിൽ നാം ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കുവാനായിട്ട് ഇടയാകും. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകും. ഒരിക്കലും ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഗിവിങ് അപ്പ് ആൻഡ് സറണ്ടറിങ്. ഇവിടെ യാക്കോബ് ആ വിഷയത്തെ കൈവിടുകയല്ല ചെയ്യുന്നത്. എത്രയോ പ്രാർത്ഥനാ വിഷയങ്ങൾ, എത്രയോ വിഷയങ്ങൾ നമ്മളങ്ങ് വിട്ടുകളഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ നീ പിടിച്ചിരിക്കുവാണെങ്കിൽ, ദൈവസന്നിധിയിൽ നീ അതിനെ അതുകൂടെ ചേർത്ത് പിടിക്കുവാണെങ്കിൽ ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയാക്കും. നിൻ്റെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. കാര്യം എൻ്റെ താല്പര്യത്തെ, എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പിശാച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഈ താല്പര്യത്തെ നമ്മളെ അങ്ങ് ഡിസ്കറേജ് ചെയ്ത് കളയും. നമ്മുടെ ജീവിതത്തിൽ ഇനി അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇനി ആ ഒരു വിഷയത്തിൻ്റെ മേലൊരു സൊല്യൂഷൻ ഇല്ല എന്ന് പിശാച് നമ്മുടെ ഹൃദയത്തിനകത്ത് പറഞ്ഞ് നമ്മൾ ആ ഒരു വിഷയത്തിൽ നിന്ന് പലപ്പോഴും പിന്മാറാറുണ്ട്. നിങ്ങളുടെ വ്യക്തിപരമായ പല വിഷയങ്ങളായിക്കോട്ടെ, ഇനി അത് നടക്കത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ലാസറിൻ്റെ സഹോദരിമാർ പറഞ്ഞു, കർത്താവേ ശരിയായിരുന്നു, നീ വന്നായിരുന്നെങ്കിൽ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടായിരുന്നു, ഇപ്പം 4 ദിവസം കഴിഞ്ഞ് ഇനി അത് നടക്കത്തില്ല. പക്ഷെ അവിടെയും പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. നമ്മുടെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ദൈവസഭയെ നമ്മൾ വിടരുത്. യാക്കോബിനെ ഓർമ്മ വരണം, യാക്കോബിൻ്റെ എൻകൗണ്ടർ ഓർമ്മ വരണം. ശരിയാ, പലരും പറഞ്ഞു ഇനി ഒരു ഹോപ്പുമില്ല, ഇനി ഒരു കാരണവശാലും അത് നടക്കത്തില്ല. പക്ഷേ നീ വിടാത്തിടത്തോളം കാലം നീ പരാജയപ്പെട്ടിട്ടില്ല. അതിനകത്തൊരു ഹോപ്പുണ്ട്. ഹല്ലേലൂയ. നീ വിട്ടുകഴിഞ്ഞാൽ, നീ കൈവിട്ട് കഴിഞ്ഞാൽ, ഗീവ് അപ്പ് ചെയ്ത് അതിനകത്തൊരു ഹോപ്പില്ല. പക്ഷേ യാക്കോബിൻ്റെ ജീവിതത്തിൽ അവൻ ഹല്ലേലൂയ ദൂതനെ, മല്ല് പിടിച്ച ദൂതനെ, തൻ്റെ കാലിൻ്റെ ഹിപ്പൊക്കെ പോയെങ്കിലും തന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, താൻ വിടാതെ തന്നെ ഹല്ലേലൂയ പൂണ്ടടക്കം പിടിക്കുവാനായിട്ട് ഇടയായി. തൻ്റെ ജീവിതത്തിൽ അത് വലിയ വിടുതലായിട്ട് മാറുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. അതിൻ്റെ 27-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ആദ്യം ഇവിടെ ദൈവിക ഇടപെടലുകൾ നടക്കുമ്പോൾ ദൈവം ആദ്യം മാറ്റുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആദ്യം ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഐഡൻറ്റിറ്റിയാണ്. നീ ആരാണ്? ദൂതൻ യാക്കോബിനോട് ചോദിക്കുകയാണ്, നീ ആരാണ്? നല്ലൊരു ചോദ്യമാണല്ലോ. യാക്കോബ് പലപ്പോഴും പേര് മാറ്റിയും തിരിച്ചുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാക്കോബിനോട് ചോദിച്ചു, നീ ഒന്ന് പറഞ്ഞ നീ ആരാണ്? പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരാണ്? നിങ്ങൾ ഓരോരുത്തരും ഒന്ന് പറഞ്ഞ ഞാൻ ആരാണ്?
ആരാണ്? നിങ്ങൾ തന്നെ ചോദിച്ചാൽ ഞാൻ ആരാണ്? ഉണ്ട്, എനിക്ക് തോന്നുന്നു പ്രിൻസ് പാസ്റ്ററിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്, ഞാൻ ആരാണ്. ഒന്ന് ചോദിക്കുന്നത് നല്ലതാണ്. ദൈവസന്നിധിയിൽ പോയിരിക്കുമ്പോഴെങ്കിലും ഒന്ന് ചോദിക്കുന്നത് നല്ലതാണ്. ഞാൻ ആരാണ്? ഞാനൊരു പാപിയായ വ്യക്തി, അല്ലെങ്കിൽ ഞാനൊരു പരാജയമാണോ? ഞാനൊരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ പേരൊന്നും പറയണ്ട, നിങ്ങൾ ആരാണെന്ന് ദൈവസന്നിധിയിലൊന്ന് പറഞ്ഞാൽ നല്ലതാണ്. കർത്താവിനോട് ഓപ്പണായിട്ട് പറയാം, കർത്താവേ, ഞാൻ ഇന്ന വിഷയങ്ങളിലൊക്കെ വലിയൊരു പരാജയമാണ്. ഞങ്ങൾ ഇന്ന വിഷയത്തിലൊക്കെ വലിയൊരു പരാജയമാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നീ പറയണം, ദൈവസന്നിധിയിൽ പറയണം. യാക്കോബ് ഇതുവരെ ഏശാവാന്നും പറഞ്ഞ് നടന്ന പുള്ളിയാണ്. അപ്പൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞ് ഞാൻ ഏശാവാന്ന്. അതിന് വേണ്ടിയിട്ട് പുള്ളി കുറച്ചൊരു തുണിയൊക്കെ മേടിച്ച് ശരിയാക്കി. ഇവിടെ ആണെങ്കിൽ അത് കിട്ടാൻ എളുപ്പമായിരുന്നു, ഒരുപാട് കമ്പിളിയൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് പുള്ളി മാനിപ്പുലേഷനൊക്കെ ചെയ്ത് ആൾക്കാരെയൊക്കെ കളിപ്പിച്ച് നല്ല 2 സാക്ഷിയൊക്കെ പറഞ്ഞ് പുള്ളി രക്ഷപ്പെട്ടു. അവിടുന്ന് അനുഗ്രഹമൊക്കെ മേടിച്ച് മിടുക്കനായിട്ട് പോയി ലാബാനെയും കളിപ്പിച്ച് തിരിച്ച് വന്നപ്പോൾ ഇപ്പോൾ ദൂതൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നീ ആരാണ്? പുള്ളി പറഞ്ഞു, ഞാൻ യാക്കോബാണ്, ഞാൻ ചതിച്ചവനാണ്, ഞാനൊരു ഹല്ലേലൂയ അത്ര നല്ല വ്യക്തിത്വമൊന്നുമല്ല. അതിന് ഉത്തരമായിട്ടാണ് ദൂതൻ തന്നോട് പറഞ്ഞത്, ഹല്ലേലൂയ, നിൻ്റെ ഐഡൻറ്റിറ്റിയെ ദൈവം മാറ്റുവാനായിട്ട് പോവുകയാണ്. നമ്മുടെ ജീവിതത്തിലും നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ ഓണസ്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അറിയാതെ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന വേറെ പലതുമൊക്കെ ആയിരിക്കും. അതാ വേറൊരു പ്രശ്നം. ഏറ്റവും വലിയൊരു ഡേഞ്ചറായിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ വിചാരിക്കുന്നത് നമ്മൾ റിലീജിയസ്ലി നമ്മൾ അങ്ങ് ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നൊക്കെയാണ് നമ്മുടെ എല്ലാം വിചാരം. പക്ഷേ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മൾ ആരാണെന്നുള്ള ദൈവസന്നിധിയിലെങ്കിലും നാം തുറന്ന് സമ്മതിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിനെ കൊണ്ടുവരുവാനായിട്ട് ഇടയാകും. അപ്പോൾ ഇതിന് ഉത്തരമായിട്ട് നാം ആരാണെന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് പറയും, നീ ആരാണെന്ന്. ഹല്ലേലൂയ. നമ്മൾ ആരാണെന്ന് ദൈവത്തോട് പറയുമ്പോൾ ദൈവം പറയും, നീ ആരാണെന്ന്. ഹല്ലേലൂയ. അതാ നീ. പക്ഷേ ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായല്ലോ. ഹല്ലേലൂയ. പക്ഷെ നീ ആരാണെന്ന് നീ ആദ്യം ദൈവത്തോട് പറയണം. നിൻ്റെ മനസ്സിലിരിക്കുന്ന നീ ആരാണെന്ന് ദൈവത്തോട് പറയുമ്പോൾ ദൈവം പറയാണ്, യാക്കോബേ, നീ യാക്കോബല്ല, നീ ഇസ്രായേലാണ്. ഹല്ലേലൂയ. നീ ദൈവത്തോട് മല്ല് പിടിച്ചവനാണ്, നീ ദൈവത്തെ ജയിച്ചവനാണ്. പറയാണ്, നീ ഇസ്രായേലാണ്. 28 വാക്യം. Your name will no longer be Jacob. The man told him, from now on you will be called Israel, because you have fought with God and with man and have won. Hallelujah. നമ്മളിവിടെ ഒന്നും കണ്ടില്ല, യാക്കോബ് ജയിച്ചതായിട്ടൊന്നും അല്ല നമ്മൾ കണ്ടത് ദൂതൻ ജയിച്ചതായിട്ടാണ്. പക്ഷേ ഇവിടെ പറയാണ്, നീ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ച് ജയിച്ച വ്യക്തിയാണെന്ന്. ഓ, എത്ര പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനോടും ദൈവത്തോടും മല്ല് പിടിച്ച ഒരു വ്യക്തിയാണെന്ന് ദൈവം അങ്ങോട്ട് സർട്ടിഫൈ ചെയ്യുക. നീ ദൈവത്തോട് ചെന്ന് പറയാണ്, കർത്താവേ, ഞാനൊരു പരാജയമാണ്, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, എൻ്റെ ഇന്ന ഏരിയകളിലൊക്കെ ഒരു പരാജയമാണ്, എൻ്റെ പാസ്റ്റ് ഞാൻ മറക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ദൈവം പറയാണ്, അങ്ങനല്ല കുഞ്ഞെ, ഞാൻ നിന്നെ കാണുന്നത് രാജകീയ പുരോഹിത വർഗമായിട്ടാണ്. ഹല്ലേലൂയ. മറ്റുള്ളവരൊക്കെ നിന്നെ കുറച്ച് കാണുമായിരിക്കാം, നിൻ്റെ പരാജയങ്ങൾ നോക്കുമായിരിക്കാം. ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല. ഇനി നീ തന്നെ നിന്നെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ടായിരിക്കാം ചിന്തിക്കുന്നത്. പക്ഷെ എൻ്റെ ഹല്ലേലൂയ മുമ്പിൽ നീ രാജകീയ പുരോഹിത വർഗമാണ്. യാക്കോബിനോട് പറയുകയാണ്, യാക്കോബേ, ഞാൻ നിന്നെ കാണുന്നത് ഇസ്രായേലായിട്ടാണ്, നീ ജയിച്ചവനായിട്ടാണ് ഞാൻ കാണുന്നത്. ഹല്ലേലൂയ. ഈ പുള്ളിക്കാരൻ ചേട്ടനെ പേടിച്ച് അവിടെ നിൽക്കുമ്പോഴാണ് ഇത് പറയുന്നത്. നീ ദൈവത്തോട് മല്ല് പിടിച്ച് ജയിച്ചവനാണെന്ന്. പിന്നാണോ ഈ കണ്ട ചേട്ടൻ? ഹല്ലേലൂയ. പ്രൈസ് ഗാഡ്. അതിൻ്റെ ഗോഡ് ബ്ലെസ്സിങ്സ് ഓഫൻ ഹല്ലേലൂയ ലുക്ക് ഡിഫറെൻറ്റ് ദാൻ വി എക്സ്പെക്റ്റ്. ഇവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു അനുഗ്രഹം അല്ലായിരുന്നു. യാക്കോബിൻ്റെ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയ
ഒരു ട്രാൻസ്ഫോർമേഷനാണ് തൻ്റെ ജീവിതത്തിൽ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ആ സ്ഥലത്തിന് പിന്നെ നാം വായിക്കുമ്പോൾ പെനിയേൽ എന്ന് പേരിടുവാനായിട്ടിടയായി. കാര്യം ഫേസ് ഓഫ് ഗോഡ്, അല്ല, ദൈവത്തിൻ്റെ ഗ്ലോറി വെളിപ്പെട്ട, ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട, ദൈവിക എൻകൗണ്ടർ നടന്ന സ്ഥലം. നമ്മുടെ ജീവിതത്തിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവിക എൻകൗണ്ടർ, ദൈവത്തിൻ്റെ ഗ്ലോറി എൻ്റെ ജീവിതത്തിൽ കാണണം? 31-32 വാക്യങ്ങൾ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ദൂതൂടെ പറയാം. സൺറൈസ് ആഫ്റ്റർ ദ ലോങ് ലൈറ്റ്. നിൻ്റെ ജീവിതത്തിലെ ട്രാൻസ്ഫോർമേഷൻ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിലൊരു സൺറൈസ് ഉണ്ടാകും. ഹല്ലേലൂയ. ഇതെവിടാ തുടങ്ങിയെന്നറിയാമോ? ഒരു രാത്രിയിലാണ് ഇത് തുടങ്ങിയത്. ഇവിടെ പറയാണ് പെനിയേൽ കഴിഞ്ഞപ്പോൾ സൂര്യൻ ഉദിച്ചു. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സൂര്യൻ ഉദിക്കുവാനായിട്ടിടയാകും? ഇന്ന് കണ്ട രാത്രികളൊന്നും പിന്നെ കാണത്തില്ല. അന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്ന ശക്തികളൊന്നും പിന്നെ കാണത്തില്ല. ഇതിനെയൊക്കെ മാറ്റുന്ന ഒരു പ്രഭാതം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഈ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന, ദൈവസന്നിധിയോട് മല്ല് പിടിക്കുന്ന, ദൈവസന്നിധിയോട് ചേർന്നിരിക്കുന്ന ഈ സമയമുണ്ടല്ലോ, അത് നിൻ്റെ ജീവിതത്തിൽ വിലപ്പെട്ടതാണ്. അത് വലിയൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നിന്നെ നയിക്കും. ഹല്ലേലൂയ. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സഹോദരനോട് പറഞ്ഞപ്പോൾ, നിൻ്റെ ജീവിതത്തിൽ ഈ ലഭിക്കുന്ന ഈ കഷ്ടപ്പാടുകൾ, ഈ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇതിൻ്റെ നടുവിലൊക്കെ ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ മാറ്റും. ഹല്ലേലൂയ. പക്ഷേ ഇതൊക്കെ നിൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു വലിയ പ്രിവിലേജാണ്. ഇതിനെല്ലാം ഒരു ടൈം ലിമിറ്റുണ്ട്. പക്ഷേ ഈ ടൈം ലിമിറ്റിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നോക്കുന്നത് നിന്നെയാണ്. ഞാൻ അതിനകത്ത് മറ്റൊരു ദൂതും കൂടെ പറയാം. ഈ ദൂതൻ വന്ന് ഇവിടെ മല്ല് പിടിക്കുന്ന സമയത്ത് യാക്കോബ് ദൂതനോട് പറഞ്ഞ എന്താ? എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. യാക്കോബിൻ്റെ ആ പ്രശ്നം എന്തായിരുന്നു? യാക്കോബിൻ്റെ റിയൽ പ്രോബ്ലം എന്തായിരുന്നു? ഏശാവ് എന്നെ കൊല്ലും. അപ്പം ദൂതനോട് എന്തായിരുന്നു പറയേണ്ടത്? എന്തായിരുന്നു പറയേണ്ടത്? എൻ്റെ ദൂതൻ ഈ ഏശാവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കണം. ഏതാ? പുള്ളി നീ എങ്ങനെയെങ്കിലും കാലോടിക്കുകയോ കൈയോടിക്കുകയോ അല്ലെങ്കിൽ കുതിര മറിഞ്ഞു വീഴുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്ത് പുള്ളി എൻ്റെ അടുത്ത് വരരുത്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഈ സാഹചര്യം മാറ്റണമെന്നാണ് പറയുന്നത്. പക്ഷേ യാക്കോബ് പറഞ്ഞ പ്രാർത്ഥന വളരെ പവർഫുള്ളായിരുന്നു. എന്നെ മാറ്റണം. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈ സാഹചര്യം വരും. കർത്താവേ, ഈ സാഹചര്യം ഒന്ന് മാറ്റണമേ. ഇവരാണ് പ്രശ്നം, അവരാണ് പ്രശ്നം, അവർക്കാണ് പ്രശ്നം, ഇവർക്കാണ് പ്രശ്നം. കർത്താവേ, അതെല്ലാം അങ്ങ് വിട്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെതായി മാറട്ടെ. കർത്താവേ, നീ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ്, എൻ്റെ മുമ്പിലുള്ള മതിലുകളൊന്നും പൊളിഞ്ഞു വീഴാൻ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. അത് ചാടിക്കടക്കാനുള്ള ഒരു അനോയിൻറ്റിങ് എൻ്റെ മേൽ നീ പകരണം. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിന്നെ മോൾഡ് ചെയ്യും. നിൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധികളൊക്കെ നിന്നെ വളർത്തുവാനായിട്ടിടയാകും. പക്ഷേ അതിൻ്റെ നടുവിൽ നിൻ്റെ പ്രാർത്ഥന നിന്നിലായിരിക്കട്ടെ. നിന്നെ മോൾഡ് ചെയ്യുവാൻ, നിന്നെ പുതിയൊരു അനോയിൻറ്റിങ്ങിലേക്ക് നടത്തുവാൻ, പുതിയൊരു കൃപയിലേക്ക് നടത്തുവാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് അതിൻ്റെ അവസാന ഭാഗം കൂടെ വായിച്ച് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. 31-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. യാക്കോബിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല ഈ ഒരു എൻകൗണ്ടർ ഓർക്കുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ മുഴുവൻ
ഹല്ലേലൂയ. ഇവർ ഈ എൻകൗണ്ടർ ഓർക്കുവാണ്. നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എൻകൗണ്ടറുകൾ, നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ അതൊരു ജ്ഞാപകമാക്കി ദൈവത്തിന് മാറ്റുവാനായിട്ട് കഴിയും. ഒരു കംപ്ലീറ്റ് ഗോത്രം ഇത് ഓർക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എൻകൗണ്ടറുകൾ, അതിനെ ഈ ദിവസങ്ങളിൽ അനേകം എൻകൗണ്ടറുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വലിയൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ. ഹല്ലേലൂയ. ഈ യുദ്ധത്തിൽ ജയിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കൃപ നമ്മളോടുകൂടെ ഉണ്ടെങ്കിൽ അത് ധാരാളം മതി. ഇത് ജ്യേഷ്ഠനെ പേടിച്ച് യുദ്ധത്തിന് പോകുവാനുള്ള ബലത്തിന് വേണ്ടിയിട്ട് നോക്കിയ യാക്കോബ് മുടന്തി നടന്നു. പക്ഷേ ഹല്ലേലൂയ, അവിടെയൊക്കെ ദൈവം അവന് വേണ്ടി ജയം കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബലത്തേക്കാൾ, നമ്മുടെ ആശ്രയത്തേക്കാൾ, നമ്മുടെ കഴിവിനേക്കാൾ എല്ലാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചാൽ, ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള വലിയൊരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചാൽ, അങ്ങനെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചാൽ, ഒരു ദുഷ്ടനും നമ്മളെ തോൽപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. ഒരു ശത്രുവിനും നിന്നെ ജയിക്കുവാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന, ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചിരിക്കുന്ന നിന്നെക്കുറിച്ച് ദൈവവചനം പറയുന്നത് നിന്നെ പോലെ ഭാഗ്യവാനായ ഒരു വ്യക്തിയില്ലെന്നുള്ളതാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.